ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആടുണ്ടെങ്കിൽ നെയ്ക്കുള്ളത് കോഴിയാണെങ്കിൽ രണ്ട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ സാധാരണ കറൻസി പോലെ ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടതിൻ്റെ മൂല്യം കുറവില്ല. അങ്ങനെ വന്ന ഒരു സിസ്റ്റമാണ് ഗോൾഡ് എടുത്ത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. ഈ ഗവൺമെൻറ് എന്താക്കും ഒരു കൂപ്പൺ പോലത്തെ സാധനം തരും. ഫസ്റ്റ് ഈ മണീൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഇതാക്കാം. മണി എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ബാർട്ടർ സിസ്റ്റം. ഇപ്പം നേക്കൊരു സാധനമാണെങ്കിൽ എൻ്റെ ഒരു സാധനം നേക്കൊരു തരും. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്സ്. എനിക്ക് വേണ്ട സാധനമായിരിക്കില്ല നേൻ്റെ അടുത്ത് ഉണ്ടാകും. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നമാണ് വാല്യൂ, രണ്ട് സാധനത്തിൻ്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആടുണ്ടെങ്കിൽ നെയ്ക്കുള്ളത് കോഴിയാണെങ്കിൽ രണ്ട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. അതാണ് ബാർട്ടർ സിസ്റ്റം. അതിലേക്ക് മാറിയിട്ടാണ് പിന്നെ ഗോൾഡായി കറൻസിയായി വന്നത് ഗോൾഡ്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തൊരു ഗോൾഡ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു കോയിൻ അടിച്ചു കഴിഞ്ഞാൽ ആ ഗോൾഡ് ഞാൻ തരും ഒരു ഷെയർ. ഈ ഗോൾഡ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് നല്ല വെയിറ്റാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, കള്ളന്മാർ കക്കുന്ന, സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ വന്ന ഒരു സിസ്റ്റമാണ് ഗോൾഡ് എടുത്ത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. ഈ ഗവൺമെൻറ് എന്താക്കും ഒരു കൂപ്പൺ പോലത്തെ സാധനം തരും. മണി പണ്ടുകാലത്ത് കോയിനാണ്, ഞാൻ ജസ്റ്റ് കഥക്ക് പറയുന്നതാണ്. ഈ മണി എന്താക്കും തന്നിട്ട് അപ്പുറം ഇപ്പുറം എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ബാങ്കിൽ എത്ര ഗോൾഡല്ലേ ആ ഗോൾഡിൻ്റെ കൂപ്പൺ എനിക്ക് കിട്ടാം. അപ്പോൾ അത് വെച്ച് ഞാൻ എക്സ്ചേഞ്ച് കൂപ്പൺ തരും. അത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്യും. ഇതിന് കുറച്ചുകൂടി ബ്രോഡർ കോൺസെപ്റ്റാണ് മണി. ഇപ്പോൾ കിട്ടുന്നത് ഇന്ത്യൻ റുപ്പീസ് അതീതല്ലോ. പക്ഷേ ഈ മണീൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാൻ സുഖമാണ്. മണി ഉണ്ടാക്കാൻ സുഖമാണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ വരും. അതുകൊണ്ട് അവിടെ നമ്മളെ രൂപൻ്റെ മൂല്യം കുറയും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കും ഗവൺമെൻറ്റും ഞാൻ ഇപ്പം നേക്കൊരു പൈസ അയച്ചു തരുന്നുണ്ടെങ്കിൽ ബാങ്കും ഗവൺമെൻറ്റിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ബാങ്കാറും ഗവൺമെൻറ് നമുക്ക് കൺട്രോൾ ചെയ്യും. സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇത് മാറ്റിയിട്ട് ഒരു ഡീസെൻട്രലൈസ് സിസ്റ്റമാണ് ക്രിപ്റ്റോ കറൻസി കൊണ്ടുവരുന്നത്. അതായത് ഇത് കമ്പ്യൂട്ടറിൽ ഒരു ഹ്യൂജ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതിന് കുറേ ടൈമും പോകും, എനർജി പോകും. ഇത് രണ്ടും കൂടി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒരു കോയിൻ. ഈ കോയിൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താക്കാം മണി എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ വരുന്നൊരു ഡൗട്ടായിരിക്കും, ഇത് കമ്പ്യൂട്ടറിലായതുകൊണ്ട് കോപ്പി ചെയ്യാൻ പറ്റില്ലേ? പക്ഷേ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പബ്ലിക് ഡാറ്റ ഗ്രൂപ്പിലുണ്ടാവും, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മളിതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അതിലൊരു 100 ആൾക്കാരുണ്ട് വിചാരിക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന മെസ്സേജ് എഡിറ്റ് ചെയ്യാനും പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. അതാണ് ഒരു ബ്ലോക്ക് ചെയിൻ മെയിൻലി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള 99 ആൾക്കാർക്കും അതിൻ്റെ ഡാറ്റ പബ്ലിക്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ എനിക്കെന്ത് മാറ്റം വരുത്തില്ല, സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വരുന്നത്. ഈ ഒരു ബ്ലോക്ക് ചെയിനിലോട്ടാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബിറ്റ് കോയിൻ മേടിച്ചാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ട്രാൻസാക്ഷൻ വരുന്നതുകൊണ്ട് പൈസ പോകാനും ചാൻസ് ഉണ്ട്, പൈസ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ ആകെ 1% ആൾക്കാർ മാത്രമേ ബിറ്റ് കോയിൻ ഉപയോഗിക്കുന്നില്ല. വെറും ഇതിപ്പോൾ നമ്മളെ നോർമൽ കറൻസി അല്ലെങ്കിൽ എന്നെ അടിച്ചുണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ സാധാരണ കറൻസി പോലെ ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടതിൻ്റെ മൂല്യം കുറയൂലേ? ഇത് ആകെ 21 മില്യൺ ബിറ്റ് കോയിനേ ഇല്ല. പിന്നെ ഈ ബിറ്റ് കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ സുഖമല്ല. പിന്നെ നേരത്തെ നേഹ ചോദിച്ചു പോലെ പൈസ പോകാനും ചാൻസ് ഉണ്ട്, പൈസ വരാനും ചാൻസ് ഉണ്ട്. കാരണം ഡെയിലി ട്രാൻസാക്ഷൻ്റെ പോലെയാണ്. ഇപ്പോൾ ടോപ്പ് 1% ആൾക്കാർ മാത്രമേ ബിറ്റ് കോയിൻ ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ ആൾക്കാർ ബിറ്റ് കോയിൻ മേടിക്കുമ്പോൾ അതിൻ്റെ മൂല്യം കൂടും. ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ എത്ര, I think it is around 1 lakh USD something. So that's Bitcoin for you guys. See you in the next.